പ്രേം ഞാനിവിടെ ഇരിക്കുന്നതേ ഒരു എക്സ്പേർട്ട് അഡ്വൈസിന് വേണ്ടിയിട്ട്, ഒരു അഭിപ്രായം ചോദിക്കാനാണ്. ഏതെന്ന് വെച്ചാല് അന്യഗ്രഹങ്ങളില് ജീവജാലങ്ങൾ ഇല്ല എന്നുള്ള അടിവരയിട്ട് നമ്മൾ വിശ്വസിക്കുമ്പോഴും ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. അപ്പൊ സംശയങ്ങൾ ഇങ്ങനെ വരുന്നു. നമ്മുടെ ഭൂമിയിൽ മാത്രമല്ലേ വേറെയും ഗ്രഹങ്ങളിൽ ആൾതാമസമുണ്ടോ? അപ്പൊ ഇതൊക്കെ ഞാൻ ഇത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് അന്വേഷണങ്ങളിൽ അതിൻ്റെ ഒരു ഇതിൽ പോകുമ്പോൾ 1947 നടന്ന ഒരു സംഭവം, റോസ്വെൽ ഇൻസിഡന്റിനെ പറ്റിയിട്ട് ഒരു പരാമർശം ഉണ്ടായി. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ 1947 US ന്യൂ മെക്സിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ റോസ്വെൽ എന്നൊരു സ്ഥലത്ത് കുറച്ച് അന്യഗ്രഹ ജീവികളുടെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് കൂടുതൽ ആ സമയത്തുള്ള ഒരു അടുത്ത് തന്നെ ഒരു US എയർഫീൽഡ് ഉണ്ടായിരുന്നു എന്നും അവരുടെ ഒരു ബലൂൺ, അതിന് രണ്ട് സംഗതികൾ പറയുന്നത് വെതർ ബലൂൺ ആണെന്ന് അവര് പറഞ്ഞു. പക്ഷെ പിന്നെ അവര് പറഞ്ഞു സോവിയത്തിന്റെ ഒരു സ്പൈ ബലൂൺസ് ആയിരുന്നു, അതിന്റെ ഒരു വൺ ഓഫ് ദി ബലൂൺസ് ആണെന്ന് പറഞ്ഞു. അതൊക്കെ അവിടെ വെച്ചിട്ട് അവസാനിച്ചു. പക്ഷെ പിന്നെ 1978 ഒരു റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസർ പറഞ്ഞു ഇത് വെറും ഒരു കവർ സ്റ്റോറി ആയിരുന്നു. ശരിക്കും അവരുടെ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളുടെ അവശിഷ്ടങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഇവര് പറഞ്ഞു അല്ല, റബ്ബറും മെറ്റലിന്റെയും പീസസ് ആണ് ഡെബ്രി ആയിട്ടുണ്ടായിരുന്നത്, അവശിഷ്ടങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി കൂടുതൽ പറയാമോ? ഇത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ പറയാൻ മടിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിന്റെ വാസ്തവം എന്തെന്നാൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇതിന്റെ വാസ്തവം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് അവിടുത്തെ ദൃക്സാക്ഷികൾ, അതായത് ആ സമയത്ത് ജീവിച്ചിരുന്ന 47 നടന്നതാണ്. അപ്പൊ ആ സമയത്ത് ഒരു 10 വയസ്സ് 12 വയസ്സുള്ളവരൊക്കെ ഇപ്പോഴും ഉണ്ട് ഏകദേശം. അപ്പൊ അവരുടെയൊക്കെ ഓർമ്മയിൽ ഉള്ള സംഗതികൾ, അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത സംഗതികളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് ഈ പറയുന്ന കഥയിൽ. സത്യാവസ്ഥ ഉണ്ട്. ഞാൻ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ചലച്ചിത്ര നടി ദിവ്യപ്രഭ, നമുക്ക് ഇപ്പം സമീപകാലത്ത് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ദിവ്യപ്രഭ, അവര് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വരികയാണ്, വിമാനത്തിൽ വരികയാണ്. അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും നമ്മൾ ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഇപ്പോൾ എല്ലാം ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കലാണല്ലോ. അപ്പോൾ ഒരു വിൻഡോ ഷീൽഡ് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു പിക്ചർ എടുക്കുന്ന സമയത്ത് എന്തോ ഒന്ന് ഇത് പതിഞ്ഞു അവരുടെ ഇതിൽ. അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പരിശോധിച്ച് ഇപ്പോഴും ആ പടം കിടപ്പുണ്ട്, വിൻഡോയിൽ കൂടെ കണ്ടു. അതായത് എന്തോ ഒരു സംഭവം, ഒരു പറക്കുന്ന എന്തോ ഒരു സംഗതി നമുക്ക് വേണമെങ്കിൽ അതിനെ പറക്കും തളിക എന്നൊക്കെ വിളിക്കാം. അത് ലേറ്റസ്റ്റ് ഇൻസിഡന്റ് ആണ്. അതായത് നമ്മുടെ മുമ്പിലുള്ള ഒരു സംഗതിയാണത്. അത് ദിവ്യപ്രഭ മലയാളിയാണ്, നമുക്ക് ഭാഷയും പ്രശ്നമല്ല, ചോദിച്ചാൽ അവർ വീണ്ടും പറഞ്ഞു തരാം അതിനെക്കുറിച്ച്. ഇപ്പോഴും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ആ പടം കിടപ്പുണ്ട്. പിന്നെ ISRO മുൻ ചെയർമാൻ എസ് സോംനാഥ്, അദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അതായത് ഭൂമിയിലല്ലാണ്ട് മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. അത് ശരി. കാരണം മനുഷ്യൻ മറ്റുള്ള ദേശത്ത് ആഗ്രഹിക്കുന്നത് പോലെ അവരും ഇവിടെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കും. അതായത് ഈ ഭൂമിയുടെ ഇതുവരെയുള്ള പ്രത്യേകതകളൊക്കെ മറികടന്നുകൊണ്ട് അന്യഗ്രഹ ജീവികൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യൻ്റെ ഉള്ളതിനേക്കാൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയും മറ്റ് സംഗതികളൊക്കെ ഉള്ളവരാണ് ഈ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നവർ. അതെങ്ങനെ പറയും? കാരണം ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക അസാധ്യമായ സംഗതിയാണ്. കാരണം ഈ നമ്മൾ ഉൾപ്പെടുന്ന സോളാർ സിസ്റ്റം നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്, ഇത്ര ദൂരമുണ്ട്. ഇപ്പം മനുഷ്യന് പരമാവധി എത്താവുന്ന ദൂരം, അവിടേക്കുള്ള റോക്കറ്റുകൾ അതിനൊരു പരിധിയുണ്ട്. അവരിവിടുന്ന് എത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത സാങ്കേതിക വിദ്യ കൈവശമുള്ളവരാണ് അവരൊരു പക്ഷേ ഇവിടെ എത്തിപ്പെട്ടാൽ പിന്നെ മനുഷ്യനുണ്ടാവില്ല, അല്ലെങ്കിൽ മനുഷ്യൻ അവരുടെ അടിമകളാവും. അവരിവിടെ ആധിപത്യം സ്ഥാപിക്കും. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം നമ്മൾ അതിനെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുക, 1947 പോവുക. അപ്പൊ എന്ത് തോന്നുന്നു? സത്യമായിരിക്കാം അല്ലേ? സത്യമായിരിക്കാം എന്നല്ല, ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അന്ന്
ഇത് നമ്മുടെ പുതിയൊരു അനുഭവമായിരുന്നു. പലരും പലതും പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കേസ് എന്ന നിലയിലാണ് 1947 റോസ്വെൽ സംഭവത്തെ അടയാളപ്പെടുത്തുന്നത്. അതിനൊരു സംഗതിയും കൂടിയാണ്. അതെന്തുകൊണ്ട് 1947 എന്നുള്ളത് പ്രസക്തമാണ്. കാര്യം 1945 രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നു. അപ്പോൾ ഹിരോഷിമ നാഗസാക്കി ആറ്റം ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി. അപ്പൊ ഇതിന്റെ ജ്വാല എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു. ആ ജ്വാല ശൂന്യാകാശത്ത് പോലും നിന്നാൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ ഭൂമിയിൽ എന്തോ ഒരു സംഗതിയുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഊർജ്ജ പ്രവാഹം എന്നൊക്കെ പറയുമല്ലോ, അത് തീർച്ചയായിട്ടും അന്യഗ്രഹ ജീവികളെ സ്വാധീനിച്ചിട്ടുണ്ടാകണം എന്നാണ് ശാസ്ത്രലോകം ഇന്ന് കരുതുന്നത്. അട്രാക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇതെന്താ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാകാം. അതാണ് ഈ 1945 ശേഷം കൃത്യം 2 വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ അവരിവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ അവിടെയുള്ള, അതായത് ഈ ന്യൂ മെക്സിക്കോ എന്ന് പറയുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ, അല്ലെങ്കിൽ അന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചവർ പറഞ്ഞത്, ഇത് നേരിട്ട് അനുഭവിച്ചവർ പറഞ്ഞത്, അന്ന് ഈ സംഭവം നടക്കുന്നത് കൃത്യം പറഞ്ഞാൽ അന്ന് ജൂലൈ 8 തീയതി 1947 ജൂലൈ 8 വലിയ മിന്നൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എന്തൊക്കെ ഒരു ശബ്ദം കേട്ടു, ഒരു സ്ഫോടന ശബ്ദം കേട്ടു. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഈ പറക്കും തളിക എന്ന് പറയുന്ന ആ സംഗതിയിൽ മിന്നൽ ആക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ മിന്നലടിച്ച് തകർന്നു വീണു എന്നുള്ളതാണ്. എന്നിട്ട് തൊട്ടടുത്ത ദിവസം അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വിജനമായ സ്ഥലത്താണ് ഇതിങ്ങനെ ചിന്നിച്ചെതറി കിടന്നത്. നോക്കുമ്പോൾ അതായത് എന്തൊക്കെയോ ഒരു സംഗതി, തിളക്കമുള്ള കുറെ, അതായത് ഫ്ലൈയിങ് സോസറിന്റെ അത് കുറച്ച് സംഗതി, അതായത് ഭൂമിയിൽ ഇന്നുള്ള സംഗതികളല്ല, അസാധാരണ സ്വഭാവമുള്ള എന്തൊക്കെയോ അവർ വാരിക്കൂട്ടി കൊണ്ടുപോയി. അടുത്ത ദിവസം പത്രങ്ങളിൽ, അന്ന് റേഡിയോയാണ്, പത്രങ്ങളിലും വാർത്ത പ്രസിദ്ധീകരിച്ചത്, അമേരിക്കൻ സേന ഒരു പറക്കും തളിക, ഒരു ഫ്ലൈയിങ് സോസർ അത് കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ ആ വാർത്ത നിഷേധിക്കപ്പെട്ടു. കാരണം അത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ, അതായത് മനുഷ്യൻ ഇന്നോളം മൂടിവെച്ച ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് അത്. ലോകത്തെ പേടിപ്പിക്കാൻ അതെ 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 അത് അപകടകരമാണ്. കാര്യം ഇപ്പോ ഈ സോംനാഥ് പറഞ്ഞതും കൂടി ചേർത്ത് വേണം അതിനെ വായിക്കാൻ. അപ്പോൾ അത് അപകടകരമായ സംഗതിയാണ്. അപ്പോൾ സൈന്യം അത് നിഷേധിച്ചു. എന്നിട്ട് 2 സാധ്യതകളാണ് പറഞ്ഞത് അവര്. ഒന്ന്, അതൊരു വെതർ ബലൂണാണ്. പിന്നെ ഒന്ന് പറഞ്ഞു ഇതേപോലെ സോവിയറ്റ് യൂണിയൻ, അന്ന് സോവിയറ്റ് യൂണിയനാണ്, അമേരിക്കയാണ് പ്രബല ശക്തി, അവരുടെ എന്തോ ചാര പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇവിടുന്ന് കളക്ട് ചെയ്ത ഈ അവശിഷ്ടങ്ങളൊക്കെ ഒരു സൈനിക താവളത്തിലേക്ക് കൊണ്ടുപോയി. ആ സൈനിക താവളത്തിൽ വെച്ച് സൈന്യം ഒരു പത്രസമ്മേളനം നടത്തി. എന്നിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ കാണിച്ച അവശിഷ്ടങ്ങളെല്ലാം അതൊരു വെതർ ബലൂണിന്റെ ആയിരുന്നു. അതോടുകൂടി ആ വാർത്തകൾ കെട്ടടങ്ങി. പക്ഷേ 78 ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരു റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസർ ജെസി മാർസൽ എന്ന് പറയുന്ന ആൾ, ഇയാളാണ് അവിടുന്ന് പോയി അവശിഷ്ടങ്ങളൊക്കെ കളക്ട് ചെയ്ത ആള്. അയാൾ വെളിപ്പെടുത്തൽ നടത്തി, ഞാൻ അന്ന് കണ്ട സംഗതികൾ ഭൂമിയിൽ ഇതുവരെ കാണാത്ത സംഗതിയാണ്. അതായത് ഒരു ലെതർ പോലെ തോന്നുമെങ്കിലും അതൊരു മെറ്റലായിരുന്നു. അത് മുറിച്ചാൽ മുറിയില്ല, അത് ചുരുട്ടി കൂട്ടിയാൽ ഇങ്ങനെ മടങ്ങി വരും. പക്ഷെ നിവർത്തിയാൽ പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലോട്ടാകും. അങ്ങനെ ഒരു സാധനം വന്നു. വീണ്ടും അവിടെ ഒരു ദൃക്സാക്ഷിയുടെ ഒരു മൊഴി കൂടി വന്നു. അതായത് ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഒരു പറക്കും തളിക തന്നെയാണ് അവിടെ വന്ന് തകർന്നു വീണത്. അതിൽ 4 അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരുന്നു. അവരുടെ തല വലുതും ഉടല് ചെറുതുമായിരുന്നു. പക്ഷെ അവർ മരിച്ച അവസ്ഥയിലാണ്. ഈ സാധനങ്ങളെല്ലാം അമേരിക്കൻ സേനാ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് അപ്പോൾ തന്നെ അവിടുന്ന് നീക്കം ചെയ്തു എന്നുള്ളതാണ് വാർത്ത. അപ്പൊ ഇതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കരുതപ്പെടുന്നത്, ഇപ്പോഴും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണമില്ല, അമേരിക്കയുടെ കയ്യിൽ ഈ പറക്കും തളികയുടെ അവശിഷ്ടങ്ങളും ആ അന്യഗ്രഹ ജീവികളുടെ സംഗതികളും ഒക്കെ ഉണ്ടെന്നാണ്. പക്ഷെ അതിനുശേഷം ഈ UFO, അതായത് പറക്കും തളികൾ, ഫ്ലൈയിങ് സോഴ്സേഴ്സ്, അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാത്ത പറക്കുന്ന വസ്തുക്കൾ, അതാണ് അതിന്റെ മലയാളം, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് തുടക്കമായി. അതിനുശേഷം 1947 മുതൽ ഇന്നോളം, അതായത് 100,000-ഓളം ഇത്തരം സംഗതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അമേരിക്കയുടെ കയ്യിലുള്ള കണക്ക്. അമേരിക്ക തന്നെ സ്വന്തം നിലയിൽ ഒരു അന്വേഷണ ഏജൻസിയും തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ പേര് ഓൾ ഡൊമൈൻ അനോമണി റെസൊല്യൂഷൻ ഓഫീസ്. അത് പെന്റഗണിൽ 2022 അങ്ങനെ ഏജൻസി തന്നെ വന്നത്. അപ്പോൾ ഈ ഏജൻസി ഇപ്പോൾ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അവരുടെ പരിഗണനയിൽ ഏതാണ്ട് 100,000-ഓളം കേസുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറിയ പങ്കും അഭ്യൂഹങ്ങളാണ്. കണ്ടത് അതിലൊന്നും സ്ഥിരീകരണമില്ല. ചിലതൊക്കെ സൈനിക വാഹനങ്ങൾ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതായത് ചില രഹസ്യ ഓപ്പറേഷൻസിന് വേണ്ടി പോകുന്ന ചില സൈനിക, ചിലപ്പോൾ വിമാനങ്ങളാവാം.
അപ്പോൾ ചിലതിലൊന്നും ഇതുവരെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. അപ്പോൾ അവരും ഭാഗികമായി സമ്മതിക്കുന്നുണ്ട്, ചിലതൊക്കെ ഇവിടേക്കോ നടക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ അതായത് ഈ 1947 സമയത്തിന് ശേഷം നിരവധി സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ പറക്കും തളികൾ പലയിടത്ത് കണ്ടിട്ടുണ്ടാകും. പക്ഷേ അത് ഏറിയ പങ്കും അമേരിക്കയുടെ നടത്തിയ രഹസ്യ പുതിയ ആയുധങ്ങളുടെ, അതായത് വിമാനങ്ങളടക്കമുള്ളവയുടെ പരീക്ഷണമാണ്. കാരണം ഈ ശീതയുദ്ധകാലത്ത് ഒരുപാട് ആയുധങ്ങൾ അമേരിക്ക കണ്ടെത്തി, അതൊക്കെ പരീക്ഷിച്ചിരുന്നു. ഈ ഏരിയ 51 എന്നും പറഞ്ഞൊരു സങ്കേതമുണ്ട്. അവിടെയാണ് ഈ അന്യഗ്രഹ ജീവികളുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് അമേരിക്കയുടെ രഹസ്യ ആയുധങ്ങൾ നിർമ്മാണവും അതുതൊക്കെയാണ്. ഇതുവരെ അമേരിക്ക അംഗീകരിച്ചു കൊടുത്തിട്ടില്ല അവിടെ അങ്ങനെ സംഗതി ഉണ്ടോ. അപ്പോൾ അവിടെ ബോധപൂർവം പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതൊരു സ്ഥലമാണോ? അതെ അതെ, ഒരു മരുഭൂമിയാണ്. ആ പ്രദേശത്ത് ഒരു മനുഷ്യക്കുഞ്ഞും താമസമില്ല. അപ്പോൾ അവിടുന്ന് വന്നൊരു കഥ ഇങ്ങനെയാണ്. അവർക്ക് ഒരു നൈറ്റ് ഹോക്ക് സ്റ്റെൽത്ത് ജെറ്റ്, ഒരു പുതിയൊരു വിമാനം F-117 എന്ന് പറയുന്നൊരു വിമാനം കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടുത്തെ ഒരു റിട്ടയർഡ് കമാൻഡന്റിനോട് ഇവർ ചട്ടം കിട്ടി പോലും. കുറച്ച് അന്യഗ്രഹ ജീവികളുടെ വ്യാജ ചിത്രങ്ങൾ കൊടുത്ത് ഒരു ബാർ ഓപ്പറേറ്റർ എടുത്തു, അതായത് ഒരു ബാറുണ്ട് അവിടെ, അയാൾ കൊണ്ട് കൊടുത്തു. അപ്പൊ അയാൾ ഇത് പ്രചരിപ്പിച്ചു. അപ്പൊ ആളുകൾക്കിടയിൽ വലിയൊരു ഭീതി വന്നു, അവിടെ എന്തോ പ്രശ്നം. അപ്പൊ ആരും അങ്ങോട്ട് അടുക്കുന്നില്ല. മനസ്സിലായി. അപ്പൊ ആ സമയത്ത് ഇവര് ഈ പുതിയ ആയുധങ്ങളുടെ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കുറെയൊക്കെ ഇതില് ഇവർ പറയുന്നതിൽ ലോജിക്കുണ്ട്, കുറെയൊക്കെ നമ്മുടെ യുക്തിക്ക് സമ്മതിച്ചു കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്ന സാധനം ഈ 1947 വന്നത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത് ഇനിയും അവർ സമ്മതിക്കാത്തടത്തോളം കാലം നമുക്കത് ഉറപ്പിച്ച് പറയാനൊക്കില്ല. ജീവികളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് അറിയില്ല, കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഔദ്യോഗികമായിട്ട് ഇതുവരെ ആരും സമ്മതിച്ചു തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദിവ്യപ്രഭയെങ്കിലും കുറഞ്ഞ പക്ഷെ അത് വേണ്ട തള്ളിക്കളയണം. അതെ.